നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീട്ടിൻ്റെ പടിഞ്ഞാറ് വശം ഒരു വള്ളം വന്ന് കിടപ്പുണ്ട്. അവിടെ പോയി നോക്കാം. ചെറിയൊരു വള്ളമാണ്. മീൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എന്തെങ്കിലും മീനുണ്ടെങ്കിൽ നമുക്ക് ചുട്ട് തിന്നുകയോ പുഴുങ്ങി തിന്നുകയോ കറി വെച്ച് തിന്നുകയോ വെച്ചാൽ നോക്കാം. വാ, വള്ളം പടിഞ്ഞാറ് കിടപ്പുണ്ട്. മീൻ വല്ലതും ഉണ്ടോ? മീൻ ഞണ്ടുണ്ടോ? ഞണ്ട് ഈ ചുട്ട് തിന്നാൻ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. ചുട്ട് തിന്നു കഴിയും. അടിപൊളിയാ. എന്താ ഞണ്ടോടോ? അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഞണ്ടായിട്ട് ഇപ്പോൾ വന്നേ ഉള്ളു. നല്ല വലിച്ചിറക്കിക്കൊണ്ടിരിക്കുക. അതാ കിടക്കും ഞണ്ട്. ഈ ഞണ്ട് കണ്ടിട്ട് കടലിലെ ഞണ്ട് പോലെ ഉണ്ടല്ലോ. ഈ സൈസ് ഞണ്ട് ഇപ്പോൾ കായലിലുണ്ടോ? കായലിലാണ് ഇപ്പോൾ. ഈ ഞണ്ടിന് നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ടോ? എന്തോ കടലിൽ നിന്ന് പിടിക്കുന്ന ഈ സൈസ് ഞണ്ട് തന്നെ കടലിൽ നിന്ന് പിടിക്കുന്നതിനെ കഴിയും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഇതിന് എന്ത് വില വരും ഒരു കിലോയ്ക്ക്? നമ്മുടെ ഇവിടെ കൊടുക്കും കിലോയ്ക്ക്. ഇതിൻ്റെ വലുത് 200 രൂപ എഴുതുള്ളത്. എൻ്റെ കൊള്ളാം കേട്ടോ. എന്താ നമുക്ക് അടുത്ത് ഞാൻ കാണിച്ചിട്ട് കമത്തിട്ടാ. അടിപൊളി കണ്ട് ഇതില്ല ഞണ്ട കടലിലെ കല്ലിനെ തിരിയാണ്ട് അതെ. പരീക്ഷണ വീഡിയോ ആണ്. ഞണ്ട് ചുട്ട് തിന്നുന്ന വീഡിയോ ആണ്. ഈ ഞണ്ട് ചുട്ട് തിന്നുന്നതെന്ന് പറയുമ്പോൾ ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പരീക്ഷണമാണ്, നമ്മുടെ പരീക്ഷണം. അപ്പോൾ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വാഴയില വാട്ടിയെടുക്കുക. അപ്പോൾ ഞണ്ട് നമ്മൾ വാഴയിലയുടെ അകത്ത് വെച്ചിട്ടാണ് ഇത് പൊള്ളിച്ചെടുക്കുന്നത്. 3 എണ്ണം ഒരു വാഴയിലയുടെ അകത്ത് വെച്ച് ഉണ്ടോ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ പരീക്ഷിക്കുന്നതാണ് നമ്മുടെ ഓരോ വീഡിയോയിലും. വെറൈറ്റി പരീക്ഷണങ്ങൾ അല്ലേ നടത്താനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മുടെ ഞണ്ട് ചുട്ടത് റെഡി ആയിട്ടുണ്ട്. എടുത്തെടുത്ത് അടിപൊളി ചുട്ട് സംഭവം നല്ല മണം വരുന്നുണ്ട്. അസാധ്യമാണ് അല്ലേ? അടിപൊളി ഞണ്ട് ചുട്ടത് റെഡി ആയിട്ടുണ്ട്. വീട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇരിക്കുന്നത്, കായൽ തീരത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് സംഭവം ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇത് നമ്മൾ പുറമെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടാണിത് ഈ ഒരു ഞണ്ട് ചുടാൻ വേണ്ടി അടുപ്പിലിട്ടത്. നോക്കട്ടെ എങ്ങനെയുണ്ട് സംഭവം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം. സംഭവം നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല വെന്ത് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. കഴിച്ചു നോക്കാം. അടിപൊളി. എടുത്ത് കളയാം. കിടിലം, അടിപൊളി. എന്നുവെച്ചാൽ എൻ്റെ ദൈവം, ഇത് ഇതുവരെ കഴിക്കാൻ പറ്റാതിരുന്നത് വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നു കേട്ടോ. അത്രയ്ക്ക് അടിപൊളി. കിടിലം സാധനം. എൻ്റെ ദൈവം, അടിപൊളി.
ഇങ്ങനെയുണ്ട് കഴിച്ചിട്ട് അടിപൊളി സൂപ്പർ അടിപൊളി സാധനം. നമ്മളിത് നേരത്തെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കണ്ടായിരുന്നു ആ അല്ലേ? ഇത്ര ഗംഭീരം.